പ്രിയമുള്ളവരെ, വചനജ്വാല 1792 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 28 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ അൽഫോൻസാമയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനം കൂടെയാണെന്ന്. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി, ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിന്റെ എല്ലാം പൊരുളെന്താണെന്ന് ചോദിച്ചു. അതിന്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന 4 രാജാക്കന്മാരാണ് ഈ 4 മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്കും രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുപല്ലും ഓട്ടുനഖവും ഉള്ളവനും വെട്ടിവിഴുങ്ങുകയും കഷണം കഷണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടിയരയ്ക്കുകയും ചെയ്തവനായ 4-ാമത്തെ മൃഗത്തെ കുറിച്ചറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ തലയിലുണ്ടായിരുന്ന 10 കൊമ്പുകളെയും മറ്റ് 3 വീഴ്ത്തിയതും കണ്ണുകളും വൻപ് പറയുന്ന വായുമുള്ളതും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിനെ ഞാൻ ആഗ്രഹിച്ചു. പുരാതനായവൻ വന്ന് അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നത് വരെ പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നത് വരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, 4-ാമത്തെ മൃഗം ഭൂമിയിലെ 4-ാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും കഷണം കഷണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. തന്റെ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതന്റെ വിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവ ദിനങ്ങളും മാറ്റുന്നതിനെ അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ അവർ അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപ സഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടമാക്കുകയും അവന്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായും ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ. ആകാശത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിന്റെ വിശദീകരണം. ഞാൻ ദാനിയേൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി, ഞാൻ വിവർണനായി, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന്
4 വിശുദ്ധരെ അനുസ്മരിക്കുന്ന സുദിനമാണ്. ഭാരത കത്തോലിക്ക സഭയിൽ ഇന്ന് ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ, നമുക്കേറെ സുപരിചിതയായ, നമ്മുടെ കാലഘട്ടത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയെ ഇന്ന് നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകർന്ന് മിശിഹ അനുകരണത്തിന്റെ അഗ്നി കൊളുത്തി പീഠത്തിൽ ഉയർത്തിവെച്ച വിളക്കായിരുന്നു അൽഫോൻസാമ. ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ. കേരളത്തിലെ കുടമാളൂർ ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് വീട്ടിൽ ജനനം. അന്നക്കുട്ടി എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര്. അമ്മ മരിച്ചു. മാതൃ സഹോദരി അന്നമ്മയാണ് ഇവരെ വളർത്തിയത്. കന്യാസ്ത്രീയാകണമെന്ന കാരണത്താൽ അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. ഭരണങ്ങാനം ക്ലാരമഠത്തിൽ ചേർന്ന അന്നക്കുട്ടി 1936 ആഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസവും എന്നിവയും വ്രതത്രയത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സ്വാത്വിക ത്യാഗിയായിരുന്നു അൽഫോൻസാമ. ജീവിതത്തിൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസേപ്പേ എന്നുരുവിട്ട് തന്റെ സഹനബലി പൂർത്തിയാക്കിയ വിശുദ്ധ അൽഫോൻസാമയോടൊപ്പം ഇന്ന് നാം രക്തസാക്ഷികളായ വിശുദ്ധ നസാരിയൂസിനെയും സെൽസൂസിനെയും വിക്ടർ പ്രഥമ പാപ്പായെയും അനുസ്മരിച്ച് ഇവരുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.